വടക്കുനിന്നും വന്ന് തെക്കിൻ്റെ തിലകക്കുറിയാവാൻ ഒരാനക്കേമൻ കൂടി. ആനയെന്നാൽ, ആനച്ചന്തമെന്നാൽ അത് ഞങ്ങളുടെ സ്വന്തം സഹ്യപുത്രന്മാർ മാത്രം എന്ന അടംപിടുത്തത്തിൽ തലപൂഴ്ത്തി കഴിഞ്ഞിരുന്ന മലയാളി മനസ്സുകളെ ഒരു പുനർവിചിന്തനത്തിന് നിർബന്ധിതരാക്കുകയും ബോധോദയത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്ത വടക്കൻ കളരി വീരന്മാരുടെ നിരയിലേക്ക് ഇതാ എടുത്താൽ പൊങ്ങാത്ത ഒരു ജോഡി കിടുകിടിലൻ കൊമ്പുകളുമായി ഒരർജുന പ്രജാപതി. പുത്തൻകുളം അർജുൻ. വരത്തന്മാരല്ലേ എന്ന ചിറ്റമ്മ നയവുമായി ആദ്യമാദ്യം അകന്നു നിന്നവരെ കൂടി സ്വന്തം അഴകുകൊണ്ടും ആരോഗ്യം കൊണ്ടും അതിനുമപ്പുറം തനിക്ക് താൻ പോരുമയാർന്ന സ്വഭാവ സവിശേഷത കൊണ്ടും കയ്യിലെടുക്കുകയും അധികം വൈകാതെ വിനീത വിധേയന്മാരാക്കുകയും ചെയ്ത തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പാറമേക്കാവ് ശ്രീപരമേശ്വരൻ, നാണുഎഴുത്തച്ഛൻ ശ്രീനിവാസൻ, മംഗലാംകുന്ന് കർണൻ, പുത്തൻകുളം അനന്തപത്മനാഭൻ തുടങ്ങിയ രാജാധിരാജന്മാരുടെ വംശപരമ്പരയിലെ പുതിയ താരോദയമാണ് അർജുൻ. മലയാള മണ്ണിൽ തന്നെ ഏറ്റവും അധികം ആനകൾ സ്വന്തമായുള്ള ഉടമകളിൽ ഒരാൾ എന്ന നിലയിലും വർഷങ്ങൾക്ക് ശേഷം കേരളം കണ്ട ഒരു നാട്ടാന പ്രസവത്തിൻ്റെ സംവിധായകൻ എന്ന നിലയ്ക്കും ശ്രദ്ധേയനായ പരവൂർ പുത്തൻകുളം ഷാജി ഏറെക്കാലത്തെ അന്വേഷണത്തിനും വിട്ടുവീഴ്ചയില്ലാത്ത തുടർ ശ്രമങ്ങൾക്കും ശേഷം ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിലെ സോൺപൂർ ആനച്ചന്ത വഴി സ്വന്തമാക്കിയ ഗജകേസരിയാണ് അർജുൻ. 40-നടുത്ത് പ്രായവും 9.25 അടിക്കുമേൽ ഉയരവുമുള്ള അർജുൻ ഭാവി കേരളത്തിൻ്റെ പ്രതീക്ഷയാണ്, വാഗ്ദാനമാണ്. ബീഹാറിൽ നിന്ന് കൊണ്ടുവന്നത് സോൺപൂർ മേളയിൽ നിന്ന് വന്നിട്ട് കുറച്ച് വർഷങ്ങളായി. കുറച്ച് വർഷങ്ങളായി ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഇവനെ കണ്ടെത്തിയത്? പഴയ കാലത്തൊട്ടേ ഈ ആന എനിക്കറിയാം. നേരത്തെ കണ്ട് പരിചയമുള്ള ആഗ്രഹിച്ചിട്ടുള്ള ആനയായിരുന്നു. അപ്പോഴതനുസരിച്ച് എനിക്കൊരു സാഹചര്യം കിട്ടി. ഞാൻ ആ വർഷം തന്നെ കൊണ്ടുവരുമായിരുന്നു. ഇത് UP ഇവിടെ ബീഹാറിൽ നിന്നാണ് ഞാൻ മേടിക്കുന്നത്. പിന്നെ എൻ്റെ ഉടമസ്ഥൻ UP കാരനായിരുന്നു. കണ്ടെത്തുമ്പോഴേ അതിന്റെ കൊമ്പിന്റെ കനം ഒരു പ്രത്യേകതയായിരുന്നു. ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞത് എൻ്റെ കൊമ്പിന്റെ കനം. ഏറ്റവും കേരളത്തിലെ തന്നെ ഏറ്റവും കൊമ്പിന് കനം കൂടിയ ഒരു ആനയാണ് അർജുൻ. അത് തീർച്ചയായിട്ടും മിസ്റ്റർ ശ്രീകുമാറിന് അറിയാമല്ലോ. അതിന്റെ എല്ലാ ആനകളും കാണുന്നുള്ളേ. നമുക്ക് ഇതിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന 1-2 ആനകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, അടുത്ത് വരുന്നത് കൊടുങ്ങല്ലൂർ ഗിരീശനോ അങ്ങനെ ഏതെങ്കിലും ബാബു തമ്പൂരി, കാഞ്ഞിരക്കാട്ട് ശേഖരൻ, അങ്ങനെ 1-2 ആനകൾ മാത്രം. അതെ, ഇത്രയും കൊമ്പുകാനുള്ള